യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തുമാറാകട്ടെ. വീണ്ടും മനോഹരമായിരിക്കുന്നതായ നല്ല ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഈ മിഷൻ 7 പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രഭാത ചിന്താവിഷയം, പരിശോധന വരുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പരിശോധനകൾ വരുമ്പോഴത്തേക്ക് നാം പലപ്പോഴും തെറ്റിപ്പോകുന്ന മക്കളായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ചിന്താവിഷയം, ഈ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം കർത്താവായ യേശുവിനോട് നാം അടുത്ത് ചേർന്ന് നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ തരുന്ന വേദവാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലുള്ള ഓരോ മക്കളോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യേണ്ട? ഭയപ്പെട്ടുകൊണ്ട് ആവശ്യമില്ല. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയാം. ഇവിടെ പലപ്പോഴും പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ പലപ്പോഴും വഴക്കടിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കി പരസ്പരം മിണ്ടാതെയും ഒന്നും ചോദിക്കാതെയും ഇരിക്കുന്നതായ അനേകം മാതാപിതാക്കളെ നമുക്ക് കാണാൻ തൊക്കണം സാധ്യമായിട്ട് മാറും. അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില പരിശോധന വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളെ തെറ്റിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ തൊക്കണം സാധ്യമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബജീവിതങ്ങൾ ഒരു പരിശോധന കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. കാരണം നാം ഇനിയും ശത്രുവിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ ലോക ചിന്തകളിൽ നിന്നും അവരെ മാറ്റി ദൈവികമായ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ തക്കോണം മാതാപിതാക്കളാകുന്ന നാം ഓരോരുത്തരും ദൈവത്തോട് നാം അടുത്ത് ചേർന്ന് നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമോ, സാത്താൻ്റെ പക്ഷത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ദൈവത്തോട് ചേർത്തുകൊണ്ട് അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ ഏറ്റവും ഭദ്രമായി കരുതുന്നതായ ഒരു മാതാപിതാക്കളായി തീരുകയും ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് കൂടുതലായി അവരെ പഠിപ്പിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും ദൈവമല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് അവരെ പഠിപ്പിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ, ഇന്ന് അനേക ഭവനം നോക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ വണ്ണം അവർ തെറ്റി ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവരെ നാം കൊണ്ടുവരിക. ആ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ ഏറ്റവും അനുസരണമുള്ള മക്കളായിട്ട് മാറും. ഇവിടെ ഭവനത്തിൽ മാതാപിതാക്കളെ സഹായിക്കുവാൻ തക്കണം അവരെ പഠിപ്പിക്കുക. അവരെ എങ്ങനെ പഠിപ്പിക്കണം? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിലും തൻ്റെ സ്വന്തം പ്രീതിക്ക് വേണ്ടിയല്ല യേശുക്രിസ്തു ഇവിടെ വന്നത്.
യേശുക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു, അതെങ്ങനെയാണെന്ന് നാം പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. പ്രയാസ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. തടസ്സങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ പ്രയാസങ്ങളെ കടന്നു വരുമ്പോൾ നാം കർത്താവായ യേശുവിനെ നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ പലപ്പോഴും നമ്മൾ മനുഷ്യനിൽ ആശ്രയം വയ്ക്കാറുണ്ട്. എന്നാൽ അതല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശോധന ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നാം നമ്മുടെ ദൈവത്തിന് മുമ്പാകെ മുഴങ്കാലം മടക്കണം. നമ്മുടെ മുഖം സ്വർഗത്തോട് നോക്കണം. നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് നാം ചോദിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്രകാരം ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യ ഘടകമാണ്. കാരണം നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മുടെ നേട്ടത്തിൻ്റെ ഏത് സ്ഥാനത്ത് ആയിരിക്കുന്നെന്ന് നാം വ്യക്തമായിട്ട് ഓർത്തു വെക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറയുവാൻ തൊക്കെ നമുക്കൊരു വാക്യമുണ്ടായിരിക്കണം. നിൻ്റെ ജീവിതത്തിലെ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നീ കർത്താവായ യേശുവിനെ നോക്കുക, യേശുവിനോട് ചോദിക്കുക, കർത്താവെ, ഞാനിനി എന്ത് ചെയ്യണം? ഇന്നത്തെ പ്രഭാതത്തിൽ ആ കർത്താവിനോട് മുഖത്തോട് നോക്കി നമുക്ക് ചോദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണിലടയ്ക്കാം. അടിയങ്ങൾ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, നല്ല പ്രഭാതം ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ അടിയങ്ങൾ എല്ലാവരും കർത്താവിനെ നോക്കി ഞങ്ങൾ എന്ത് ചെയ്യണ്ടോ എന്ന് ചോദിക്കുവാൻ ഞങ്ങൾ സഹായിക്കുമാറാകണം. പ്രതിവിധി അവിടുന്ന് തരുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശു ക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.